മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ BJP പ്രവർത്തകർ പരസ്പരം മധുരം പങ്കിട്ടും മുദ്രാവാക്യം വിളിച്ചും ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. ഭാരതീയരെല്ലാവരും സന്തോഷിക്കുമ്പോൾ അതിലൊരു കൂടുതൽ സന്തോഷം നമുക്ക് മലയാളികൾക്ക് ലഭിക്കുകയാണ്. കാരണം ഇന്ന് മൂന്നാമതും അധികാരത്തിലേറുന്ന നരേന്ദ്രമോദി സർക്കാരിലേക്ക് കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കേരള സംസ്ഥാനത്തിനെ നരേന്ദ്രമോദി സർക്കാർ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിലെ മുന്നേറ്റം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെയധികം ഒരു മുന്നേറ്റമാണ് ഇന്ന് കേരളത്തിൽ NDA നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കളമശ്ശേരി മണ്ഡലത്തിലും NDAയുടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം മുന്നേറ്റം വോട്ട് വിഹിതത്തിൽ NDAക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളമശ്ശേരി, കടുങ്ങല്ലൂരും ഏലൂരുമുള്ള ബൂത്തുകളിൽ 1-ാം സ്ഥാനത്തെത്താനും നിരവധി ബൂത്തുകളിൽ ഇടതുപക്ഷത്തെക്കാളും കൂടുതൽ വോട്ട് നേടി 2-ാം സ്ഥാനത്തെത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അതായത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ NDA പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ഇതിനു മുമ്പ് വലതുപക്ഷവും ഇടതുപക്ഷവും പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല ജനങ്ങൾ ഉൾക്കൊള്ളുന്നത്. നരേന്ദ്രമോദി സർക്കാർ എന്ന വികസനത്തിൻ്റെ കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് വന്നു തുടങ്ങി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് മൂന്നാം മോദി സർക്കാർ ഭാരതത്തിൽ സത്യപ്രതിജ്ഞ നടത്തുന്നത്. जय जय BJP, जय जय नरेंद्र मोदी, जय जय नरेंद्र मोदी.